എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ജനുവരി മാസം 9 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ രേഖാചിത്രം. ജോഫിൻ ടിജാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലിയെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടി. 2025 എന്ന ഈ വർഷത്തെ ആദ്യത്തെ 50 കോടി ക്ലബിൽ കയറുന്ന മലയാള സിനിമയെ മാറിയ സിനിമ കൂടിയാണ് രേഖാചിത്രം. നിലവിൽ 12 ദിവസങ്ങൾ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 21 കോടി രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം 4 കോടി 32 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ചിത്രം 25 കോടി 50 ലക്ഷമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 47 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ. 12ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 65 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 21 കോടി 65 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ 12ാം ദിവസമായി ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമയും 50 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം 2025 എന്ന ഈ വർഷത്തെ ആദ്യത്തെ 50 കോടി ക്ലബിൽ കയറുന്ന മലയാള സിനിമയായി രേഖാചിത്രം മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ജനുവരി മാസം 16 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബേസിൽ ജോസഫിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ പ്രാവിൻ കുടിഷാപ്പ്. ശ്രീരാജ് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, സൗബിൻ ഷാഹിർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് പ്രാവിൻ കുടിഷാപ്പ്. നിലവിൽ 5 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടി 20 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 9 കോടി രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 5ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 35 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ലാലേട്ടൻ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണല്ലോ ബറോസ്. ഒരുപാട് സിനിമ പ്രേക്ഷകരാണ് ബറോസിൻ്റെ OTT അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചിത്രത്തിൻ്റെ ആ കാത്തിരുന്ന അപ്ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ബറോസ് എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് Disney+ Hotstar ആണ്. മലയാള സിനിമ കണ്ട റെക്കോർഡ് നോക്കിയാണ് Disney+ Hotstar ബറോസിൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ബറോസ് എന്ന സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജനുവരി മാസം 22 Disney+ Hotstarലൂടെ OTT റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഒരിക്കൽ കൂടി ബറോസ് എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കേരള ഫൈനൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 12 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 18 കോടിയോളം രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഏകദേശം 60 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസിൻ്റെ ഈ 3D സിനിമ ബോക്സ് ഓഫീസിൽ വൻ ഡിസാസ്റ്ററായി മാറിയ സിനിമ കൂടിയാണ്. അടുത്ത സിനിമ പൊങ്കൽ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിൻ്റെ തെലുങ്കിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ശങ്കർ സംവിധാനം ചെയ്ത് രാംചരൺ നായകനായെത്തിയ ഗെയിം ചേഞ്ചർ. ചിത്രത്തിൻ്റെ ഈ ഞായറാഴ്ച വരെയുള്ള ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ കണക്കുകൾ പ്രകാരം ചിത്രത്തിൻ്റെ കളക്ഷൻ 179 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിനം ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ചിത്രത്തിൻ്റെ 156 കോടി എന്നുള്ള പോസ്റ്ററിലേക്ക് പോലും ചിത്രത്തിൻ്റെ കളക്ഷൻ ഇതുവരെ എത്തിയിട്ടില്ല. ചിത്രം 2025 എന്ന ഈ വർഷത്തിലെ ആദ്യത്തെ വലിയ ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ പൊങ്കൽ പ്രമാണിച്ച് തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ വിശാൽ നായകനെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ മദഗജരാജ. ചിത്രത്തിൻ്റെ ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 43 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ പൊങ്കൽ വിന്നറായി മാറിയ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 5 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ അല്ലു അർജുൻ നായകനെത്തിയ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ പുഷ്പ 2 ദി റൂൾ. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന പോസ്റ്റർ പ്രകാരം ചിത്രം 1800 കോടിയിലേക്ക് എത്തപ്പെട്ടെന്നുള്ള പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1735 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. 2000 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ലക്ഷ്യമിട്ട് മുന്നേറുന്ന സിനിമ ആ ഒരു കളക്ഷനിലേക്ക് എത്തപ്പെടുമോ ഇല്ലയെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.